നല്ല പഴുത്ത മാങ്ങ കൊണ്ട് ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയാലോ? വാ നമുക്ക് നോക്കാം. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. ഒന്ന് മിക്സിയിലിട്ട് കറക്കണം, ഫ്രിഡ്ജിൽ ഒരു ദിവസം സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ മുറ്റത്തെ മാവിലത്തെ മാങ്ങയൊക്കെ നമ്മൾ പൊട്ടിച്ചു കേട്ടോ. നോക്കണ്ട, ഒക്കെ പൊട്ടിച്ചു. മഴയല്ലേ, അപ്പോൾ ഒക്കെ പൊട്ടിച്ച് പഴുപ്പിക്കാൻ വെച്ചു. അതിൽ നിന്ന് എടുത്തിട്ടുള്ള 2 മാങ്ങയാണ് കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ എന്ത് വേണം, നമ്മൾ 1.5 മതി. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ? എന്നാലും മാങ്ങ വീട്ടിലുണ്ടല്ലോ, എങ്കിൽ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഈ 2 മാങ്ങ എടുക്കണം. അതിനെ നന്നായി പീൽ ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് എടുക്കാം. പിന്നെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ബാക്കിയുള്ള മധുരം അതിൽ ചേർക്കാൻ. ചില മാങ്ങ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മാങ്ങ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരമേ ഞാനിവിടെ ചേർക്കണുള്ളൂ. പിന്നെ നമ്മളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു അളവിലാണ് ഞാൻ ഈ മാങ്ങ എടുത്തത്. നിങ്ങളുടെ വീട്ടിൽ തോനെ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ മാങ്ങ എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പീൽ ചെയ്ത് തന്നെ ഞാനിതാ ഇതിലേക്ക് കട്ട് ചെയ്തിടാണ്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് മാങ്ങ പീൽ ചെയ്തിട്ട് ഇടാനും പറ്റും. പിന്നെ വേറൊരു തരത്തിൽ നമുക്ക് പീൽ ചെയ്യാണ്ട വേറൊരു എളുപ്പമാർഗ്ഗമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷിനെ നമുക്ക് ഒരു കയ്യിലെടുത്തിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ വേഗം പണി കഴിയും. എനിക്കിഷ്ടം ഇങ്ങനെ എടുക്കാനാണ് കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മറ്റേ തരത്തിൽ കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര മാങ്ങ മതി. ഞാൻ 2 ഫുള്ള് എടുത്തിട്ടില്ല, 1.5 കഷ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച് ആറിയ പാലാണ്. പച്ചപ്പാൽ എടുക്കണവർക്ക് എടുക്കാം, പക്ഷെ ഞാൻ തിളപ്പിച്ച് ആറിയ പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് പാൽപ്പൊടി. പാൽപ്പൊടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പാൽപ്പൊടി മസ്റ്റാണ്. എന്താ വെച്ചാൽ ഇതിന് ആ ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത് ഈ പാൽപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂണ് നന്നായി നിറച്ചെടുത്തിട്ട് ഇടുക. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്, പഞ്ചസാര മതി. മധുരത്തിന് വേണ്ടി ചേർക്കാനാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റും കൂടി വരും എന്ന് മാത്രം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാങ്ങ നല്ല മധുരമുള്ളതുകൊണ്ട് ഇത് കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടിയും വേണം. അതിൽ ഒന്ന് വാനില എസൻസ് ആണ്. വാനില എസൻസ് നമ്മൾക്ക് 1 സ്പൂണ്, ഞാനതിൻ്റെ ഒരു മൂടിയിൽ ഒരു ഒഴിക്കുകയാണ്. ഇത്ര മതി. ഇനി അടുത്തതായിട്ട് ഒരു 8 കാഷ്യൂനട്ട്. അത് ഇങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ട്, അതാണ് ആദ്യം ഞാനത് ഇടാഞ്ഞത്. ഇതിങ്ങനെ ഇടയിലൊന്നിങ്ങനെ ക്രഞ്ചി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അത് അരഞ്ഞു പോവില്ലേ, അതുകൊണ്ടാണ് അത് പിന്നിട്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. കട്ടയില്ലാതെ അരക്കണം കേട്ടോ. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് നാരുകൾ തോനെയുള്ള മാങ്ങ എടുക്കരുത്. അപ്പോൾ അത് കഴിക്കാൻ രസം ഉണ്ടാവില്ല. അരഞ്ഞു കഴിഞ്ഞാൽ നാര് വരാത്ത തരത്തിലുള്ള മാങ്ങകളുണ്ട്. നമുക്ക് കടിച്ച് തിന്നുമ്പോൾ തന്നെ അറിയാം നാരുള്ളതും ഇല്ലാത്തതും. അപ്പോൾ അങ്ങനെ നാരധികം ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടി ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഒരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ എടുത്ത് ഇതിനെ നമുക്കൊന്നിങ്ങനെ മുകളിൽ പൊതിഞ്ഞ് വയ്ക്കാം.
ഇനി ഇത് നമ്മൾ നാളെയല്ലേ എടുക്കുള്ളൂ. ഇനി ഇതിനെ നേരെ നമുക്ക് ഫ്രീസറിലോട്ട്, ശ്രദ്ധിക്കണം ഫ്രീസറിൽ തന്നെ വെക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അതെടുത്ത് താഴേക്ക് വെക്കുക. ഞാൻ അങ്ങനെ ചെയ്യല്. ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതായത് താഴത്തെ ഭാഗത്ത് നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നമുക്ക് എടുക്കാൻ പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. ഇല്ല നേരെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാനും തണുപ്പ് വല്ലാണ്ട് കൂടും. ഇനി ഒരു കത്തി എടുത്ത് നമുക്ക് ഇതിൻ്റെ ചുറ്റോറും ഇങ്ങനെയൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോരും. ഇത് റെക്റ്റാങ്കിൾ ടൈപ്പ് പാത്രത്തിലാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. എൻ്റെ കയ്യിൽ റൗണ്ട് പാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു വെച്ചത്. ഇനി നമ്മളിങ്ങനെ കമത്തി ഒരു 2 സെക്കൻഡ് കാത്തു നിൽക്കണം. അപ്പോഴാണ് അതിങ്ങനെ അടർന്ന് അതിലേക്ക് വീഴുള്ളൂ. എല്ലാവരും മഴക്കാലമൊക്കെ ആയി നല്ല തണുപ്പാവണതിൻ്റെ മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ 4 മണിക്കൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.